ധീരതയുള്ളവനെ ഒരു യഥാർത്ഥ ജേതാവാകുവാൻ കഴിയൂ. ഇവിടെ ജേതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ്. യഥാർത്ഥ ധീരത എന്ന് പറയുന്നത് ധാർമ്മിക ധീരതയാണ്. അത് ശത്രുവിന്റെ ശക്തിയെയോ വലുപ്പത്തെയോ കണക്കിലെടുക്കാറില്ല. ഒരു ശക്തിക്ക് മുമ്പിലും മുട്ടുകുത്തുകയുമില്ല. ധാർമ്മിക ധീരതയുടെ ശക്തി ആന്തരികമാകയാൽ അത് കൂടുതൽ വളരുകയും അജേയമായി തീരുകയും ചെയ്യും. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഗാന്ധിജിയെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ധാർമ്മിക ധീരത ഒന്നു മാത്രമാണ്. വ്യക്തിത്വമുള്ള ഒരാളുടെ പെരുമാറ്റം എപ്പോഴും ധാർമ്മിക ധീരതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഭയം മൂലം നാം ഒരുപക്ഷെ കള്ളം പറയാതിരിക്കുകയും കള്ളം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തേക്കാം. പക്ഷേ എല്ലാത്തരം കള്ളങ്ങളെയും തെറ്റുകളെയും തള്ളിക്കളയുന്നതാണ് ഏറ്റവും വലിയ ധാർമ്മിക ധീരത. ആ ധീരത കൈവിടാത്തവന്റെ വ്യക്തിത്വം എപ്പോഴും ആകർഷകമായിരിക്കും. ചിന്താവാക്യം: ഭയം തോന്നാത്തവനല്ല, ഭയത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ധീരൻ. ചിന്തിക്കുക, ഭയം തോന്നാത്തവനല്ല, ഭയത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ധീരൻ.